ഗ്രേസ് വോയിസ് സ്റ്റുഡിയോയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെജൻറ്റുമായിട്ടുള്ള അവസാനത്തെ എപ്പിസോഡാണിത്. ഈ എപ്പിസോഡിൽ അച്ഛൻ്റെ ഇടവകയിലെ പ്രവർത്തനങ്ങളും അവിടുത്തെ അനുഭവങ്ങളും ഒക്കെയാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അച്ഛാ, വീണ്ടും സ്വാഗതം. അച്ഛാ, അതിനു മുമ്പായിട്ട് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിനെ കുറിച്ച് ഒന്ന് രണ്ട് റെസ്പോൺസൊക്കെ ഉണ്ടായിരുന്നു. ഒന്നാമത്തേത്, അച്ഛൻ്റെ ബാല്യകാലം എനിക്ക് എൻ്റെ സ്വന്തം ജീവിതവുമായി ബന്ധപ്പെടുത്താൻ കഴിഞ്ഞു. ആ കാലങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോയി ഒരാളുടെ അഭിപ്രായമാണ്. വളരെ സന്തോഷം. അതുപോലെ, മാർത്തോമ സഭയിൽ ജനിച്ചിരുന്നെങ്കിൽ എൻ്റെ വിശ്വാസം കുറച്ചുകൂടി മെച്ചപ്പെട്ടേനെ എന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ സഭയിലെ ഒരു മുതിർന്ന അച്ഛൻ്റെ ഒരു പ്രതികരണം, റെജൻ അച്ഛൻ ഈസ് എ ജെന്യുവൻ പേഴ്സൺ. അത് വലിയൊരു കോംപ്ലിമെന്റാണ്. അങ്ങനെ പലരും പ്രോഗ്രാം ഒരു നല്ല സംരംഭമാണ് എന്നുള്ള രീതിയിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അച്ഛൻ ശുശ്രൂഷ ചെയ്ത ഇടവകൾ, തിയോളജിയുടെ ഒരു തിയറിയൊക്കെ കഴിഞ്ഞ് പ്രാക്ടിക്കൽ തിയോളജി, അതിലേക്ക് നമ്മൾ കിടക്കുവാണ്. സാധാരണ പറയാറുണ്ട്, സ്കൂളിലും കോളേജിലും ഒക്കെ നമ്മൾ പഠിക്കുന്നതല്ല, നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ചെയ്യുന്നതെന്ന് പറയാം. ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാ സെമിനാരിലെ പഠനം എന്തുമാത്രം നമ്മുടെ ഇടവകയുടെ പ്രവർത്തനങ്ങളെ സഹായിച്ചു? തീർച്ചയായിട്ടും. അതായത് ഈ സെമിനാരിയിൽ പഠിക്കുന്ന പാഠങ്ങൾ, അതിൻ്റെ ഒരു പ്രായോഗിക തലം നമ്മൾ വരുന്നത് നമ്മുടെ മിനിസ്ട്രിയുടെ ഇടങ്ങളാണ്. അപ്പോൾ മിനിസ്ട്രി പല വിധത്തിൽ, ചിലപ്പോൾ ഇടവകയാകാം, സ്ഥാപനങ്ങളാകാം, മിഷൻ ഫീൽഡുകളാകാം, എവിടെയാണെങ്കിലും നമ്മുടെ നമുക്ക് ലഭിക്കുന്ന പരിശീലനം അത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്ത് ഫലപ്രദമായ ശുശ്രൂഷിക്കാൻ നമ്മളെ സഹായിക്കും. എൻ്റെ ആദ്യത്തെ ശുശ്രൂഷ വടാട്ടുപാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അല്പം വനത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് വടാട്ടുപാറ. ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. വടാട്ടുപാറ എന്ന് പറയുന്നത് എനിക്ക് വളരെ ഓർമ്മകൾ തരുന്ന ഒരു പ്രദേശമാണ്. ശരി. കാരണം ഞാൻ എറണാകുളം ശാലയം ഇടവക അംഗമാണ്. അച്ഛൻ അറിയായിരിക്കുമല്ലോ, അത് പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്തത് ശാലയം ഇടവകയുടെ ഇടവ മിഷനാണ് സ്റ്റാർട്ട് ചെയ്തത്. പ്രത്യേകിച്ചും ഞാൻ അതിന്റെ സാറിനെയൊക്കെ പ്രത്യേകം ഓർമ്മ. അച്ഛനാണ് സാറാണ് അതിന്റെ ഒരു മെയിൻ കണ്ണി. അപ്പം ഞാനും പല പ്രാവശ്യം മെഡിക്കൽ ക്യാമ്പിനൊക്കെ ആയിട്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഓർമ്മ ഒന്ന് ഷെയർ ചെയ്യായിരുന്നു. അതെ, തീർച്ചയായിട്ടും. സൈറ സാറിനെയും ശാലയം പള്ളിയൊക്കെ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. കാരണം അവരാണ് അവിടുത്തെ ഒരു മിഷൻ ഇനിഷ്യേറ്റ് ചെയ്തതും ആ രീതിയിലേക്ക് അതിനെ വളർത്തിക്കൊണ്ട് വന്നതും. തീർച്ചയായിട്ടും ആ ഇടവകയുടെയൊക്കെ കൈത്താങ്ങൽ ഉണ്ടായിരുന്നു, ഇടവ മിഷന്റെ കൈത്താങ്ങൽ പ്രത്യേകിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രദേശത്തുള്ള 3 കൊച്ചു പള്ളികൾ, വടാട്ടുപാറ ശാലയും പൊയ്ക എബനേസർ, ഇത് രണ്ടും ഈ വടാട്ടുപാറ പ്രദേശത്ത് തന്നെയാണ്. അല്പം പുറത്ത് കോതമംഗലത്തിനോടടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ കോതമംഗലത്ത് നിന്ന് അല്പം മുന്നോട്ട് വരുമ്പോൾ പുന്നേക്കാട് എന്ന് പറയുന്ന സ്ഥലത്തൊരു കൊച്ചു ദേവാലയം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 ദേവാലയത്തിന്റെ ചുമതലകളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഉള്ള ഒരു ശുശ്രൂഷയ്ക്ക് എന്നെ ഈ സെമിനാരി വിദ്യാഭ്യാസം ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചൊരു ഒരു ഗ്രാമീണ പശ്ചാത്തലം, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞ സ്ഥലം. അതെ, അല്ല, അടിസ്ഥാന സൗകര്യങ്ങൾ ഒക്കെ താരതമ്യേന നഗരത്തിലേക്ക് വരുമ്പോഴുള്ള അത്രയും അവിടെ ഇല്ല. വന്യ മൃഗങ്ങളുടെയൊക്കെ ഒരു സാന്നിധ്യമൊക്കെ ഉള്ള സ്ഥലം, കാരണക്കാരായിട്ടുള്ള മിഡിൽ ക്ലാസ്, അതെ, ഈറ്റുവെട്ടിയൊക്കെ പനമ്പൊക്കെ നെയ്ത് ജീവിക്കുന്നതായിട്ടുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ ഇടയിലുള്ള ശുശ്രൂഷ ഏറിയ ഒരു സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. അവിടെ പ്രത്യേകിച്ച് ഒരു ആൽക്കഹോളിക് അനോണിമസിന്റെ ഒരു കൂട്ടായ്മ ഈ ഊഞ്ഞാപ്പാറ, അല്ലെ പുന്നേക്കാട് ആ പള്ളിയോട് ചേർന്നുണ്ടായിരുന്നു. ഒരു പാലിയേറ്റീവ് കെയറിന്റെ മിനിസ്ട്രി, അത് ഇളംകുളം ഇടവകയുടെ ഒരു സഹകരണത്തോടൊരു പാലിയേറ്റീവ് കെയറിന്റെ ഒരു മിനിസ്ട്രി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഈ സെമിനാരി വിദ്യാഭ്യാസത്തിൽ നമ്മൾ ഈ മതങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുകയും മതങ്ങളുടെ ബന്ധം, ഇന്റർ റിലീജിയസ് റിലേഷൻഷിപ്പിനെ കുറിച്ചും ഡയലോഗിനെ കുറിച്ചും ഒക്കെ സെമിനാരിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ കുറച്ചുകൂടി ഒരു പ്രായോഗികമായ തലം ഈ ഗ്രാമീണ ഇടവകയിൽ നമുക്ക് മനസ്സിലാക്കാൻ, ആ പ്രദേശത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത് കേവലം ഒരു 2 ഇടവകയുടെ അല്ലെങ്കിൽ 3 ഇടവകയുടെ വികാരി എന്ന നിലയിൽ മാത്രമല്ല, ദേശത്തിന്റെ ഒരു വട്ടക്കാരൻ എന്ന നിലയിൽ തന്നെയാണ് അവിടുത്തെ ശുശ്രൂഷ. ഇനി പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞല്ലോ, അത് ഈ ബിബ്ലിക്കലായിട്ട് നമ്മൾ സെമിനാരിയിൽ പഠിക്കുമ്പോൾ യേശുവിന്റെ ശുശ്രൂഷ എപ്പോഴും ഈ പാവപ്പെട്ടവരോട് ചേർന്നാണ്. തീരത്ത് അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള, നമ്മളിങ്ങനെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന്
അങ്ങോട്ട് തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ഇടയിലായിരുന്നു യേശുവിൻ്റെ ശുശ്രൂഷയും സാന്നിധ്യവും ഒക്കെ. അപ്പോൾ അത് കുറച്ചുകൂടെ എങ്ങനെയാണ് ഒരു ഒരു ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മളവിടെ ചില ഇടവഴികളിലൂടെ നടന്നാണ് പോകുന്നത്. എനിക്ക് കൊച്ചു ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും ചിലപ്പോഴൊക്കെ നടന്നൊക്കെ പോകുന്ന ഒരു സാഹചര്യം. ആ സമയത്ത് പോകുമ്പോൾ ആളുകളോടൊക്കെ ഒന്ന് സംവദിച്ച് ഒക്കെ പോകാനും ഒക്കെ ഉള്ളൊരു അവസരം. യേശുവും അങ്ങനെയായിരുന്നു. മെല്ലെ നടക്കുന്ന ഒരാളെന്നാണ് നമുക്ക് യേശുവിനെ കുറിച്ച് പറയാൻ പറ്റുന്നത്. യേശുവിന്റെ വേഗത വളരെ എന്താണ് കുറവായിരുന്നു, വേഗത കുറവായിരുന്നു. അവിടെ നിന്ന് ഞാൻ പോകുന്നത് മൂന്നാറിലേക്കാണ്. മൂന്നാറിലെ ശുശ്രൂഷ കുറച്ചുകൂടെ വ്യത്യസ്തമായിരുന്നു. മൂന്നാറിലെ പ്രധാനപ്പെട്ട ശുശ്രൂഷ, അവിടെ നമുക്കൊരു റിട്രീറ്റ് സെന്റർ ഉണ്ട്. ആ റിട്രീറ്റ് സെന്ററിന്റെ ഡയറക്ടർ എന്നുള്ള ഒരു ചുമതലയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ മറ്റൊരു ക്യാമ്പ് സെന്റർ, മൂന്നാർ പള്ളിയുടെ നേതൃത്വത്തിലുള്ള ഒരു ക്യാമ്പ് സെന്റർ, അതിൻ്റെയും ചുമതല. മൂന്നാർ ഇടവകയുടെ വികാരിയായുള്ള ചുമതല. മൂന്നാറിൽ നിന്നൊരു 40 കിലോമീറ്റർ അകലെ പൂപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന് പൂപ്പാറയ്ക്ക് അടുത്ത് ചുണ്ടൽ എന്ന് പറയുന്ന സ്ഥലം, അവിടെ ഒരു ചെറിയ മിഷൻ ഫീൽഡ്, അത് മാർത്തോമ പ്രസംഗ സംഘത്തിന്റെ, സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ഒരു ചെറിയ മിഷൻ പ്രദേശം, അവിടുത്തെ ചുമതല ഉണ്ടായിരുന്നു. വീണ്ടും മറ്റൊരു ഡയറക്ഷനിൽ ഒരു 40 കിലോമീറ്റർ പോകുമ്പോൾ വട്ടവട എന്ന് പറയുന്ന സ്ഥലം, അവിടെ കോട്ടയം കൊച്ചി ഭദ്രാസനത്തിന്റെ ഒരു മിഷൻ ഫീൽഡ്, ഒരു ചെറിയ കോൺഗ്രിഗേഷൻ അവിടെ ഉണ്ട്. ഒരു ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ, CDCയുടെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു എന്തൊരു വിശാലമായ ശുശ്രൂഷ മേഖലയാണ്. അവിടെ ഒരേ സമയം ഇടവികാരി, സ്ഥാപനത്തിന്റെ ഡയറക്ടർ, പ്രൊജക്ടിന്റെ മാനേജർ, സംഘത്തിന്റെ മിഷണറി, ഭദ്രാസനത്തിന്റെ മിഷണറി, അങ്ങനെ ഒരു 3-4 ചുമതലയിൽ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു മൂന്നാറിലെന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഞെക്കനാൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഓച്ചിറയ്ക്കടുത്ത് ഞെക്കനാൽ ശാലയും കൊറ്റമ്പള്ളി ബഥേൽ, അങ്ങനെ 2 പള്ളികൾ. കൊറ്റമ്പള്ളി ബഥേൽ ഇടവകയോട് ചേർന്നായിരുന്നു അന്ന് പാഴ്സനേജ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 2 ഇടവകയുടെ ചുമതലയായിരുന്നു ഉണ്ടായിരുന്നത്. അതെ, അടുത്തടുത്താണ്. അതെ, അത് ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും പറയും, എനിക്ക് സഭ ശുശ്രൂഷിക്കാൻ നൽകിയത് വിവിധതരങ്ങളായുള്ള മേഖലകളിലാണ്. ഒരു ഇടവക വികാരി എന്ന നിലയിൽ, ഒരു മിഷണറി എന്ന നിലയിൽ, ഒരു സ്ഥാപനത്തിന്റെ ചുമതലക്കാരൻ എന്ന നിലയിൽ, ഒരു സെമിനാരി അധ്യാപകൻ എന്ന നിലയിലൊക്കെ ശുശ്രൂഷിക്കാനുള്ളൊരു അവസരം, അത് വളരെ അനുഗ്രഹമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. സെമിനാരിലെ അധ്യാപനം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു സെമിനാരി അധ്യാപകനായിട്ടൊക്കെ പോകാൻ സാധിക്കും. അത് ഓൾഡ് ടെസ്റ്റ്മെന്റ് തന്നെ, അതെ, പഴയ നിയമത്തിലായിരുന്നു. അപ്പോൾ അതൊരു വലിയ അനുഭവമായിരുന്നു. വലിയ അനുഭവം എന്ന് പറയുന്നത് ക്യാമ്പസിലെ ജീവിതം തന്നെ ഒരു പ്രത്യേകത. അത് ക്യാമ്പസ് ഏതാണ്ട് ഒരു 4 ഏക്കർ 4-5 ഏക്കർ സ്ഥലമാണുള്ളത്. ഫരീദാബാദിൽ നിന്നും ഏതാണ്ട് ഒരു 10-25 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം. ഈ പറഞ്ഞ ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത് തന്നെ ഒരു വയലിലാണ്. അവിടെ കൃഷി, നമുക്ക് കപ്പ, ഗോതമ്പ് തുടങ്ങിയ കൃഷികളൊക്കെ നമ്മുടെ മുറ്റത്ത് തന്നെ, ആ സെമിനാരിയുടെ ക്യാമ്പസിൽ തന്നെ പയറ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൃഷി ചെയ്യും. മാർത്തോമ സഭയാണ്. മാർത്തോമ സഭയുടെ ചുമതലയിലുള്ള സെമിനാരിയാണ്. പ്രത്യേകിച്ച് അതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ഡൽഹി, മുംബൈ 2 ഭദ്രാസനങ്ങളാണ്. എന്നാൽ സഭയുടെ ഒരു 2ാമത്തെ സെമിനാരിയാണ്. അത് 25 വർഷം പൂർത്തീകരിച്ചു. അത് 2000-ലാണ് നമ്മുടെ അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ സ്മരണാർത്ഥം ഗ്രാമങ്ങളിലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി, ഗ്രാമങ്ങളുടെ വികസനത്തിന് വേണ്ടിയും അവിടുത്തെ ശുശ്രൂഷകൾക്ക് വേണ്ടി ആളുകളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ആരംഭിച്ചതാണ്. അവിടുന്നാണ് ഇങ്ങോട്ട്. അതെ, അവിടുന്നാണ്. അവിടെ 3 വർഷക്കാലം ശുശ്രൂഷ ചെയ്തതിനു ശേഷമാണ് 2025 ഇവിടേക്ക് വരുന്നത്. സെന്റ് പോൾസ്. അതെ. ഇന്ന് റെജിനച്ചൻ്റെ ഫാമിലിയെ പരിചയപ്പെടാം. ഇത് മക്കളെ 2 പേര്, വൈഫ്, കൊച്ചമ്മ പേരും സ്ഥലമൊക്കെ എന്ന് പറഞ്ഞാൽ. എൻ്റെ പേര് ജ്യോതിഷ്. എൻ്റെ സ്വദേശം തിരുവല്ലയിലാണ്. എൻ്റെ പപ്പയൊരു അച്ഛനാണ്. പപ്പയുടെ പേര് മാത്യു വർഗീസ്. നമ്മുടെ മാർത്തോമ സഭയിലെ ഒരു വൈദികനാണ്. പപ്പ ഇപ്പോൾ റിട്ടയറായി തിരുവല്ലയിൽ താമസിക്കുന്നു. എനിക്ക് വീട്ടിൽ മമ്മി ഉണ്ട്, ചേച്ചിയുണ്ട്. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. ചേച്ചി ഇപ്പം ഓസ്ട്രേലിയയിൽ കുടുംബമായി താമസിക്കുന്നു. പേരെന്തോ? എൻ്റെ പേര് അവറാച്ചൻ. നല്ല പേരാണല്ലോ.
ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? കില്ലർ ഏ കില്ലർ ആ ഓക്കെ, കിൻഡർ ഗാർഡൻ അല്ലേ? കില്ലർ ഗാർഡൻ. ഓക്കെ, സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ? അമേരിക്കയിലെ സ്കൂളൊക്കെ ആ നല്ല സ്കൂളാണോ? ഇവിടെ ഹോംവർക്ക് ചെയ്യണ്ട. ആ, അത് നല്ലൊരു മറ്റേ സ്കൂളിൽ ഹോംവർക്ക് ചെയ്യണം. ഇവിടെ ചെയ്യണ്ട. ഇവിടെ ചെയ്യണ്ട, മറ്റേ സ്കൂളിൽ ചെയ്യണം. ഓക്കെ ഓക്കെ, എന്നാ ഇനിയിപ്പോ ചേട്ടന് കൊടുക്ക്. എന്താ പേര്? അപ്രേം. അപ്രേം. ആഹാ, തിരുമേനിയുടെ പേരാണല്ലോ. ഓക്കെ, ഏത് ക്ലാസ്സിലാ? ഫിഫ്തില്. ഫിഫ്തില്. ഓക്കെ, സെയിം സ്കൂളിലാ? സെയിം സ്കൂളിലാ. സ്കൂളിന്റെ പേരെന്താ? കൗച്ച്. കൗച്ച്. സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ? സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ? ഓക്കെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, പള്ളി ഫേമസ് ആയതുകൊണ്ട് എല്ലാവരുടെയും ഫേമസ്. പള്ളിയിൽ ഭയങ്കര ഫേമസ് ആണോ? ഓക്കെ, കല്യാണം ഏത് വർഷമായിരുന്നു? 2014. അത് ഇവിടെ എൻ്റെ മാതൃയുടെ വകയിൽ മാർത്തോമാ സഭയെ കുറിച്ച് രണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ജനറലായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ച. മാർത്തോമാ സഭ കൂടുതൽ ലിബറൽ ആകുന്നതിന് പകരം കൂടുതൽ കൺസർവേറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഈ സഭ എപ്പോഴും ഓപ്പൺ ആയിട്ടുള്ളൊരു സഭ തന്നെയാണ്. അത് നിശ്ചയമായിട്ടും അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഒരു ഈസ്റ്റേൺ പാരമ്പര്യത്തിൽ നിൽക്കുന്ന ഒരു സഭയാണെങ്കിൽ പോലും ഈ സഭയുടെ ആരാധനകളിലൊക്കെ നമുക്കൊരു സ്വാതന്ത്ര്യം ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാര്യം, ഈ സഭയിലെ ആരാധന വൈവിധ്യമുണ്ട്. ഈ ചില പള്ളികളിൽ, ഇപ്പോഴും നമ്മുടെ ചില പള്ളികളിൽ ധൂപക്കുറ്റിയോ മെഴുകുതിരിയോ ഒന്നും ഉപയോഗിക്കാതെ ആരാധിക്കുന്നതായിട്ടുള്ള പള്ളികളും മാർത്തോമാ സഭയിലുണ്ട്. ഈ മറ്റ് എല്ലാ പള്ളികളിലും ആരാധിക്കുന്നത് പോലെയല്ല ചില പള്ളികൾ. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഒക്കെ നൽകുന്ന വളരെ ഓപ്പൺ ആയിട്ടുള്ളൊരു സഭയായിട്ടാണ് ഞാനിതിനെ മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, കാലത്തിന്റെ വെല്ലുവിളികളെ എപ്പോഴും മനസ്സിലാക്കാനായിട്ട് ഈ സഭ ശ്രമിച്ചിട്ടുണ്ട്. ഈ സഭ ഓപ്പൺ തന്നെയാണ്, ഓപ്പണായിട്ട് തന്നെ നിൽക്കും. കാരണം അത് ഇതിൻ്റെ വൈദികരുടെ പരിശീലനമാണെങ്കിലും ആത്മായരുടെ ഒരു നേതൃത്വമാണെങ്കിലും ഇതൊരു ജനകീയമായ സഭയാണ്. ഇവിടെ ആത്മായ നേതൃത്വവും വൈദികരും എല്ലാം ഒരുമിച്ച്, എപ്പിസ്കോപ്പസി എല്ലാം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സഭയാണ്. ഇപ്പം മതങ്ങളിൽ തന്നെ എടുക്കാം. മതങ്ങളിൽ തന്നെ പണ്ടുള്ള ഒരു സാഹോദര്യം ഇപ്പോഴില്ല. എപ്പോഴും എല്ലാവരും അവരവരുടെ മതത്തെക്കുറിച്ച് സംസാരിക്കുകയും അവരവരുടെ വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ മാത്രം ചെയ്യുന്നു. അന്യൻ എന്ന് പറയുന്നത് ശരിക്കും അന്യർ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി തന്നെ കാണാനും, ഇവിടെ ഫിറ്റാകാത്തവൻ മറ്റൊരു രാജ്യത്തേക്ക് പൊക്കോളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം സമൂഹത്തിൽ പൊതുവെ ഉണ്ട്. അത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നിഴല് എല്ലായിടത്തും ഉണ്ട്. അത് സഭയുടെ മുകളിലും ആ ഒരു നിഴല് വന്നിട്ടുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ സഭ എപ്പോഴും വളരെ ലിബറലായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനും ഓപ്പണായിട്ട് നിൽക്കാനായിട്ട് തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ, ഈ സഭയുടെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എൻ്റെ ഒരു മനസ്സിലാക്കൽ. അങ്ങനെ അല്ല, പൊതുവെ സമൂഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എപ്പോഴും പ്രതികരിക്കാനായിട്ട് തയ്യാറാവാറുണ്ട്. തീർച്ചയായിട്ടും. എനിക്കെപ്പോഴും സംശയം എന്ന് പറഞ്ഞാൽ ഈ ആരാധനയുടെ ഒരു രീതിയെ കുറിച്ച്. അതില് അന്നത്തെ തുടങ്ങിയ റിഫർമേഷൻ തുടങ്ങിയ കാലം തൊട്ട് ഇങ്ങോട്ട് കാര്യമായ വ്യത്യാസം വന്നിട്ടുണ്ടോ? അതോ ഇപ്പൊ കൂടുതലും സുറിയാനിയിലോട്ട് കാര്യങ്ങളിലോട്ട് കൂടുതൽ അടുപ്പിക്കാനുള്ള ശ്രമമോ ആ രീതിയിലൊക്കെ എനിക്ക് കൂടുതലായിട്ട് തോന്നി. അതായത് അവിടെയും ഒരു ബാലൻസ് വളരെ ആവശ്യമാണ്. ഈ സഭ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഒരു ഈസ്റ്റേൺ ട്രഡീഷനിൽപ്പെട്ട സഭയാണ്. വെസ്റ്റ് സിറിയൻ ആരാധന പാരമ്പര്യം നിലനിർത്തുന്ന ഒരു സഭയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു പാരമ്പര്യങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങ് തള്ളിക്കളയാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ അതേസമയം അത് തന്നെയാണ് ശരി എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ഈ സഭയുടെ ഒരു പ്രത്യേകത, ഇത് ആരാധനകളെ ആണെങ്കിലും ആരാധനയിൽ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളെ ആണെങ്കിലും ഒരിക്കലും ഒരു ഐഡലൈസ് ചെയ്യുന്നില്ല. ആത്യന്തികമായിട്ട് ഇത് മാത്രമാണ് രക്ഷ എന്നുള്ള ഒരു വലിയ വാശിയൊന്നും ഈ സഭ ഒരിക്കലും പുലർത്തിയിട്ടില്ല. ഇനിയും പുതിയ ആരാധനക്രമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ആ ആരാധനക്രമങ്ങൾ പുതിയതായിട്ടുണ്ടാകുമ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ റൂട്ടിനെ മറക്കാനായിട്ട് സാധിക്കില്ല. ആ റൂട്ടിൽ നിൽക്കുമ്പോൾ തന്നെ പുതിയ ആരാധനക്രമങ്ങളും പുതിയ കാലത്തിനനുസരിച്ചുള്ള പ്രാർത്ഥനകളും ഒക്കെ രൂപപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് ഈ റൂട്ടൂടെ അറിയാവുന്ന ആളുകൾ വേണം
അതിന് ഉദ്യമിക്കാനെന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. തീർച്ചയായിട്ടും. അല്ല, ഞാനും ഇവിടെ ഞാൻ പലപ്പോഴും ഈ ചില മറ്റ് പള്ളികളിലൊക്കെ പോകാനൊക്കെ ഒന്ന് ട്രൈ ചെയ്യാറുണ്ട്, ഇവിടുത്തെ രീതികളൊക്കെ മനസ്സിലാക്കാൻ. ഇങ്ങനെ ഫസ്റ്റ് ബാപ്റ്റിസ്റ്റ് ചർച്ചിലൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഒരു 1000 പേരുടെ കോൺഗ്രിഗേഷൻ, ഒരു 100 പേരുടെ കൊയർ, പിന്നെ അവിടെ പാട്ട്, പ്രസംഗം, പിന്നെ ഒരു 8-10 പേരുടെ സ്നാനം, പുതുതായിട്ട് ജോയിൻ ചെയ്തവരുടെ സ്നാനം, ആ രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റാണ് പോകുന്നത്. മനസ്സിലായോ? നമ്മുടെ ആദിമസഭയുടെ ഒരു റെപ്ലിക്ക എനിക്ക് അവിടെ ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സഭയിൽ നമുക്കൊരു ബയോളജിക്കൽ ഗ്രോത്ത് അല്ലാതെ നമ്മുടെ സഭയിലേക്ക് ആകൃഷ്ടരായി ആരും വരുന്നില്ല. അതായത് എൻ്റെ ഒരു മനസ്സിലാക്കലനുസരിച്ച് മാർത്തോമാ സഭയിലേക്ക് ഒരുപാട് പേര് ആകർഷകരായിട്ട് വരുന്നുണ്ട്. ഈ സഭയുടെ ശുശ്രൂഷകൾ ഒരുപാട് ഇടങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്നത് പോലെ ഗ്രാമാന്തരങ്ങളിലൊക്കെയുള്ള ആവശ്യങ്ങളുള്ളിടത്തേക്ക് ഈ സഭ എത്തുകയും സഭയിലേക്ക് ആളുകൾ വരുന്നുമുണ്ട്. പിന്നെ സഭ ഇപ്പോഴും ഒരു നമ്പർ അനുസരിച്ചാണ് അതിൻ്റെ ഗ്രോത്ത് എന്ന് ഇനി ആ ഒരു കാഴ്ചപ്പാട് മാറണമെന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം എത്ര പേര് ഇങ്ങോട്ട് ഇതിൽ മെമ്പേഴ്സായി എന്നതിനേക്കാൾ ഉപരി അത്തരം ഒരു കൺവേർഷനിലേക്ക് മാർത്തോമാ സഭ ഇപ്പോൾ ഊന്നുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എന്നാൽ ഒരാൾ വരുമ്പോൾ തീർച്ചയായിട്ടും അവരെ ഈ സഭയിലേക്ക് നമ്മൾ സ്വീകരിക്കും. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം ഈ മതപരിവർത്തനമൊക്കെയാണ് നമുക്ക് പൊതുവെ ക്രൈസ്തവ സമൂഹത്തിനെതിരെ നടത്തുന്ന ഒരു ആരോപണം. എന്നാൽ ഈ സഭ ഒരിക്കലും അങ്ങനെ മതപരിവർത്തനത്തെ ഊന്നിയുള്ള ഒരു വേലയും ചെയ്തിട്ടില്ല. എന്നാൽ ഈ സഭ നല്ലതായിട്ട് ഈ സഭയുടെ ശുശ്രൂഷകൾ ഗ്രാമാന്തരങ്ങളിലുണ്ട്. അതൊരു പക്ഷേ അത്ര വലിയ ഒരു പരസ്യത്തോടുകൂടി എല്ലാവരും അറിയുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ എന്നും എനിക്ക് സംശയമുണ്ട്. പ്രത്യേകിച്ച് വലിയ ഇടവുകളിലൊക്കെ നമ്മൾ ആരാധിച്ചു പോകുന്ന ആളുകൾ നമ്മൾ അവിടുത്തെ കാര്യമൊക്കെ നോക്കി അതൊക്കെ അങ്ങനെ അങ്ങ് പോവുകയാണ്. എന്നാൽ ഈ സഭയുടെ ഒരുപാട് വൈദികരും സുവിശേഷകരും ഒക്കെ ഗ്രാമങ്ങളിൽ കൃത്യമായ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ ഇതൊരു മാസ്സായിട്ട് ആളുകളെ ആകർഷിക്കുന്ന ഒരു കാര്യമായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിന് ആളുകൾ പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് ഇവിടെ വന്ന് കിട്ടുന്നില്ല എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവിടെ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയാം, നമ്മുടെ കാഴ്ചപ്പാടുകളെ ഒന്നുകൂടെ നമ്മൾ പുനഃപരിശോധിക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു എന്റർടൈൻമെന്റിന്റെ ലോകത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ആരാധനകൾ പോലും ഒരു എന്റർടൈൻമെന്റ് മോഡിലാണ് പോകുന്നത്. നമുക്കിഷ്ടമുള്ള സംഗീതം കേൾക്കുന്നു, നമുക്കിഷ്ടമുള്ള വചനങ്ങൾ കേൾക്കുന്നു. ഇഷ്ടമുള്ള വചനങ്ങൾ എന്ന് പറഞ്ഞാൽ യേശു നിന്നെ അനുഗ്രഹിക്കും, യേശു നിനക്ക് സമൃദ്ധി നൽകി. ഇതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ നമുക്കിഷ്ടമുള്ള സംഗീതം കേൾക്കുകയും നമുക്കിഷ്ടമുള്ള വാക്കുകൾ കേൾക്കുന്നിടമാണ് നമുക്കെന്തോ കിട്ടുന്ന സ്ഥലം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ആളുകൾ ആകർഷിക്കപ്പെടും. അപ്പൊ അതൊരു എന്റർടൈൻമെന്റ് മതമാണ്. എന്നാൽ ക്രൈസ്തവ വിശ്വാസം, മാർത്തോമാ സഭയുടെ പഠിപ്പിക്കലും വേദപുസ്തകത്തിന്റെ അടിസ്ഥാനവും ഒരിക്കലും ഒരു എന്റർടൈൻമെന്റ് റിലീജിയനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ കുർബാന പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. എന്താണ് ആ കുർബാന? കുർബാന എന്ന് പറയുന്നത് ഒരു അർപ്പണം എന്നാണ്. എന്താണ് അർപ്പിക്കുന്നത്? അപ്പവും വീഞ്ഞുമല്ല, എന്നെ തന്നെയാണ്. അപ്പോൾ എനിക്കെന്ത് കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ സഭയുടെ ആരാധനയുടെ ഒരു പ്രത്യേകത. എനിക്കെന്ത് കിട്ടും എന്നതിനേക്കാൾ ഒരു ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന ഞാൻ എനിക്കെന്താണ് കൊടുക്കാൻ കഴിയുക എന്നുള്ള ചിന്തയിലാണ് പോകേണ്ടത്. വർഷിപ്പ് പല സമയത്തും ഡിസ്റ്റർബിങ് അനുഭവമാകണം എന്നുള്ളതാണ്, പെയിൻഫുൾ അനുഭവമാകണം. കാരണം ഒരു ആരാധനയിൽ സംബന്ധിക്കുന്ന നമ്മൾ മുറിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും. മുറിയുന്നതിനെ കുറിച്ചാണ്. മുറിയുന്നത് വേദനാജനകമാണ്. അപ്പോൾ ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞ് മുറിയുന്ന ഒന്ന് കാണുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവാനെന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മയ്ക്കായി അപ്പം മുറിക്കാനല്ല പറയുന്നത്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ അപ്പമായി മുറിയുവിൻ എന്നുള്ളതാണ്. സഭയാണ് ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുന്നത്. സഭ, കോൺഗ്രിഗേഷൻ ഇറ്റ്സെൽഫ് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ആ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണല്ലോ മുറിയപ്പെടുന്നത്. അപ്പൊ സഭ മുറിയപ്പെടേണ്ടതാണ്. മുറിയപ്പെടുക എന്ന് പറയുന്നത് വേദനാജനകമാണ്, നഷ്ടത്തിൻ്റെതാണ്. അപ്പോൾ ഈ ആത്മീയത ശരിക്കും നഷ്ടപ്പെടലിൻ്റെതാണ്, വേദനയുടേതാണ്. പക്ഷെ നമുക്കത് ആവശ്യമില്ല. നമുക്ക് ആവശ്യം നമ്മളെ സന്തോഷിപ്പിക്കുന്നതും നമുക്ക് സുഖം തരുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ പിന്നാലെ പോകാനാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അത് മനുഷ്യന്റെ മനസ്സ് ആ രീതിയിലാണ്. നമുക്ക് കുറ്റം പറയാനായിട്ട് സാധിക്കുകയില്ല.
അപ്പൊ സത്യം പറഞ്ഞാൽ എൻ്റെ ആത്മീയത ശരിക്കും പുനഃപരിശോധിക്കപ്പെടണമെന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ആരാധനയാണോ, എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണോ? കുറച്ച് എനിക്കൊരു ആശ്വാസം ആവശ്യമുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് പല കുടുംബപരമായിട്ടും വ്യക്തിപരമായിട്ടും പല പ്രശ്നങ്ങളും ഉണ്ട്. ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ വരുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ അതിൽ ആശ്വാസം തീർച്ചയായിട്ടും എന്നുള്ള വാക്ക് ഞാൻ കുറെ കൂടെ ഉപയോഗിക്കും. എന്റർടൈൻമെന്റിന് അപ്പുറമായിട്ട് ഒരു ആശ്വാസം തരുന്ന സ്ഥലമായിരിക്കും. ഈ ക്രൂശിക്കപ്പെട്ടവൻ, മുറിക്കപ്പെട്ടവൻ, ഉയർത്തെഴുന്നേറ്റവൻ, അവൻ സന്നിഹിതനാണല്ലോ നമ്മുടെ ആരാധന. നമ്മളത് പ്രഖ്യാപിക്കുന്നുണ്ട്. ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ, പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത ഏകപുത്രൻ നമ്മോടുകൂടെ, ഏക പരിശുദ്ധ റൂഹ നമ്മോടുകൂടെ. അതിൽ പരമായി എന്തൊരാശ്വാസമാണ് നമുക്ക് ആവശ്യം എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വചന ശുശ്രൂഷകളും നമ്മുടെ ആരാധനയുമെല്ലാം ആ വിധത്തിൽ നമുക്ക് ആശ്വാസം പകരുന്നത് തന്നെയാണ്. ആ ആശ്വാസം, നമ്മുടെ ആശ്വാസം എന്താണ്? നമ്മൾ കർത്താവ് കൂടണമെന്ന് തന്നെയാണ് നമ്മുടെ ആശ്വാസം. അതിലപ്പുറം വേറൊന്നുമില്ലല്ലോ. ആ ആശ്വാസത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നമ്മുടെ അവസാനം സമാധാനത്തോടെ പോവുക എന്നാണ് പറയുന്നത്. സമാധാനത്തോടെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അസമാധാനം നിറഞ്ഞ ഒരു ലോകത്തിലേക്കാണ് പോകുന്നത്. ആശ്വാസം ലഭിച്ചവൻ ആശ്വാസമില്ലാത്ത ലോകത്തിലേക്ക് ആശ്വാസമാകാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അത് ഒന്ന് ഉറപ്പിക്കാൻ തീർച്ചയായിട്ടും നമ്മളെ റീചാർജ് ചെയ്യുന്ന ഓരോ അനുഭവങ്ങളാണ് നമ്മുടെ ആരാധനകൾ. ഇടവയുടെ കുറച്ചുകൂടെ ഡീസെൻട്രലൈസേഷൻ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ട് സഭയിൽ. അതായത് എപ്പോഴും ഒരു മോണോലോഗ് രീതിയിലാണ് കാര്യങ്ങൾ. അച്ഛൻ എല്ലാം പറയുന്നു, കേൾക്കുന്നു, പോകുന്നു. ഇടവ ജനങ്ങൾക്ക് സംവേദിക്കാനുള്ള വേദികൾ വളരെ കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് അവരുടെ സംശയങ്ങൾ നീക്കാനോ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ കൂടുതൽ ഇടപെടാൻ അച്ഛന്മാര് നേതൃത്വം നൽകുകയും മറ്റു കാര്യങ്ങൾക്ക് ഒരു ഇടവചനങ്ങളുടെ ഒരു നിരയെ ഉയർത്തി, ഫോർ എക്സാമ്പിൾ ഇപ്പൊ പ്രാർത്ഥന, ഇങ്ങനത്തെ കാര്യങ്ങളിൽ അവര് കൂടുതൽ സഹകരിക്കും. വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലും അവരുടെ സംശയ നിവൃത്തികൾക്കും അച്ഛന്മാർ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന കുറച്ചുകൂടെ ഇതിനകത്തൊരു ബെറ്റർമെന്റ് ഉണ്ടാവുമോ? തീർച്ചയായിട്ടും അതുണ്ടാകും. അത് നമുക്ക് വളരെ ആവശ്യമാണ്. അത് എൻ്റെ ഒരു വ്യക്തിപരമായ നിരീക്ഷണമാണ്. നമ്മളെപ്പോഴും നമ്മുടെ അച്ഛന്മാരാണെങ്കിലും ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ, ഒരുപാട് മീറ്റിങ്ങുകൾ, അങ്ങനെയാണ് രീതി. അതെല്ലാം ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ തന്നെ നമ്മൾ ചിന്തിക്കും, നമ്മുടെ ഒരു മീറ്റിംഗിൽ, നമ്മുടെ ഒരു കമ്മിറ്റി മീറ്റിംഗ് എടുത്താൽ അതിൽ വിശ്വാസപരമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനൊന്നും നമുക്ക് അതിനുള്ളൊരു സാധ്യതയില്ല. നമ്മളെല്ലാം അതിനുവേണ്ടിയാണ് നമ്മുടെ സമയങ്ങളും കൂടുതലും പോകുന്നത്. ഇത്തരം ഈ പറഞ്ഞതുപോലൊരു വേദി നമുക്കില്ല. പക്ഷെ അത് ഉണ്ടാവേണ്ടതാണ് എന്നാണ്. ഈ പറഞ്ഞ ചർച്ചാ വേദികൾ ഉണ്ടാവണം. ഞാൻ വന്നതിന് ശേഷമാണെങ്കിലും എൻ്റെ ഇടവകയിൽ അതുപോലെ ചില അവസരങ്ങൾ, ഇപ്പോൾ ഞങ്ങളുടെ ഒരു പ്രാർത്ഥന, ഞങ്ങളൊരു ബൈബിൾ സ്റ്റഡി നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം അതിൽ ചർച്ചകൾക്ക് വേണ്ടി ഞങ്ങൾ മാറ്റിവെച്ചു. അപ്പോൾ ആളുകൾ സംസാരിക്കുകയും അവരുടെ വ്യൂസ് പങ്കുവെക്കുകയും, അപ്പോൾ അത്തരത്തിലുള്ള വേദികൾ ഉണ്ടാവണം. തീർച്ചയായിട്ടും ആളുകൾക്ക് ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടങ്ങൾ പണ്ട് വായനാ കൂട്ടങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവിടെ വേദപുസ്തകം വായിക്കുക എന്നുള്ളതാണ്. വായിക്കുക, അതിന്റെ അർത്ഥം മനസ്സിലാക്കുക എന്നത്. ഞാൻ പറഞ്ഞ അത്തരങ്ങൾ ഉള്ള കൊച്ചു ഗ്രൂപ്പുകൾ, അവിടെ ഈ ചർച്ചകൾ, വേദപുസ്തക സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. ചിലപ്പം അതിനൊന്നും ഒരു സൊല്യൂഷനോ ഒന്നും ഉണ്ടാവത്തില്ലായിരിക്കാം. പക്ഷെ എല്ലാവരുടെയും ചിന്തകളെ ഒന്നും ദ്വീപിക്കാനും ചിന്തിക്കാനും വളരാനും ഒക്കെ ഉള്ള വേദികളാണ്. അത്തരത്തിലുള്ള വേദികൾ സഭയിൽ ഉണ്ടാവണം. തീർച്ചയായിട്ടും സഭയുടെ വളർച്ചയ്ക്കും അത് വളരെ അനിവാര്യമാണ്. എനിക്ക് തോന്നുന്നു അതൊക്കെ മുന്നേ കണ്ടുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ സഭാ മണ്ഡലത്തിലാണെങ്കിലും ഒരു പഠന പുസ്തകവും ഒരു പഠന ഇതൊക്കെ ഉണ്ട്. പക്ഷെ കൂടുതലും അഡ്മിനിസ്ട്രേറ്റീവ് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലാണ് പോകുന്നത്. പക്ഷെ അവിടെയും ഒരു പഠന പുസ്തകം ഇറങ്ങുന്നു, അത് സംബന്ധിച്ചൊരു പഠനം, അതിനും ഒരു പ്രാധാന്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വേദികൾ കുറച്ചുകൂടെ സജീവമാകേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഞങ്ങളുടെ ഇടവയിലായിരുന്നെങ്കിലും ഞങ്ങളുടെ ഒരു ഏരിയ പ്രെയർ ഉണ്ട്. അവിടെ സാറൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടെ എല്ലാ ശനിയാഴ്ച ഒരുമിച്ച് കൂടി ഒരു വേദഭാഗം വായിക്കും. അവിടെ ഇരിക്കുന്ന എല്ലാവരും അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു കമന്റ് ചെയ്യും. അപ്പൊ ആ രീതിയിൽ ഇൻവോൾവ് ചെയ്ത്, അപ്പം സത്യത്തിൽ ഇപ്പൊ പറയുന്ന വട്ടവട
വടാട്ടുപാറയുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് അതെ ഇങ്ങനത്തെ ഡിസ്കഷന്റെ ഇടവമേഷനിലുള്ള ഡിസ്കഷന്റെ ഒക്കെ ഒരു ഔട്ട്കമാണ്. അതെ 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 അതെ, അത് വളരെ നല്ലതാണ്. ഒരു പ്രസംഗം ഇങ്ങനെ ഒരാളെ തന്നെ ഇങ്ങനെ അതെ. നിരന്തരം കേട്ടോണ്ടിരിക്കുന്നു, അല്ലെ രണ്ടുപേരെ കേട്ടോണ്ടിരിക്കുന്നതിനേക്കാൾ ആ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പൊ നാട്ടിലാണെങ്കിലും ഇപ്പം ധാരാളം യുവാക്കൾ അവര് മറ്റ് രാജ്യങ്ങളിൽ പോയി സെറ്റിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. മറ്റൊരു സൈഡിൽ കൂടെ പള്ളി വലുതാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇവരിങ്ങനെ അധികം പേര് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു UK ഇന്നുള്ള പോലെ ഒരു അടച്ചിടൽ ഭീഷണിയൊക്കെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമുക്ക് ഇടവേളയിൽ. കാരണം ടെക്നിക്കലി ഇവിടെ ജനറേറ്റ് ചെയ്യേണ്ടവർ പുറത്തു പോവുകയും പ്രായമുള്ളവർ മാത്രം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ്. അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ആരും പോകരുത്, എല്ലാവരും ഇവിടെ തന്നെ നിൽക്കണം എന്നൊന്നും പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതിനെ ഈ ഒരു ഇഷ്യൂവിനെ പല രീതിയിൽ കാണുന്നതായിട്ടുള്ള ആളുകളുണ്ട്. ചിലർ പറയുന്നത് നമ്മുടെ അംഗസംഖ്യ കുറയുന്നത് കൊണ്ടാണ്, അതിനെ ഒന്ന് വർദ്ധിപ്പിച്ചാൽ ചിലപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകും. അല്ലെങ്കിൽ ചെറുപ്പക്കാർ പോകരുത്, ഇവിടെ തന്നെ നിൽക്കണം, നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം എടുത്താൽ കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക നിലയിൽ ഈ പ്രവാസികളായിട്ടുള്ള ആളുകളുടെയൊക്കെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. കേരളത്തിന് പുറത്ത് പോയിട്ടുള്ളവരാണ് പിടിച്ചു നിർത്തിയിട്ടുള്ളത്. സഭയുടെ ഒരു വളർച്ചയിലും തീർച്ചയായിട്ടും ഈ പ്രവാസ സമൂഹം ചെറുതല്ലാത്ത ഒരു കോൺട്രിബ്യൂഷൻ വഹിച്ചിട്ടുണ്ട്, ഇന്നും വഹിക്കുന്നുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പുറത്ത് പോകരുതെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. കേരളത്തിൽ അതിനുള്ള എല്ലാവർക്കും തൊഴിൽ ലഭിക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യമൊന്നും ഇപ്പോഴും നിലവില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ആളുകൾ പുറത്തേക്ക് പോകരുത് എന്ന് നമുക്കൊന്നും പറയാനായിട്ടൊന്നും സാധിക്കുകയില്ല. പിന്നെ സഭ ഈ പള്ളികളൊക്കെ ഒരു കൂട്ടലിലേക്ക് വരുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതായിട്ടൊരു കാര്യമാണ്, അതെങ്ങനെ സംഭവിക്കും എന്നുള്ളത്. എന്നാലും ഈ നമ്മുടെ ചെറുപ്പക്കാര് നാടൊക്കെ വിട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും അവരാരും വിശ്വാസത്തിൽ നിന്ന് പുറത്ത് പോകുന്നവരൊക്കെ ഉണ്ടാകാം. എന്നാൽ അവരിൽ പലരെയും ഞാൻ വ്യക്തിപരമായിട്ട് കണ്ടിട്ടുള്ളവർ, എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഈ സഭയുമായിട്ടുള്ള വലിയ ബന്ധത്തിലും യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരു ബന്ധത്തിലും നിലനിൽക്കാനായിട്ട് ശ്രമിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നതും പല ചെറുപ്പക്കാരെയും ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്കും തന്നെ ഒരു വലിയ പ്രചോദനമായിട്ട് തോന്നിയിട്ടുണ്ട്. തങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആ ഒരു വിശ്വാസത്തിൽ, തങ്ങൾക്ക് ലഭിച്ചതായിട്ടുള്ള വിശ്വാസത്തിലൊക്കെ നിലനിർത്താൻ വേണ്ടി വളരെയധികം ഉദ്യമിക്കുകയും അധ്വാനിക്കുകയൊക്കെ ചെയ്യുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും സഭയിലുണ്ട് എന്നുള്ളത് ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെയും കാണാൻ സാധിക്കും. അതെ അതെ, തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും ഇവിടെയും എൻ്റെ ഇടവ് മിനിസ്ട്രിയിൽ ഞാൻ ആ രീതിയിൽ തന്നെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഇവിടെയുള്ള ഈ പറഞ്ഞ പോലെ പല ചർച്ചകളൊക്കെ ഉള്ള സാഹചര്യത്തിലും ഈ സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കാനായിട്ട് ഇവിടുത്തെ ചെറുപ്പക്കാര് താല്പര്യപ്പെടുന്നുണ്ട് എന്ന് കാണുന്നത് എനിക്ക് വലിയ ഒരു സന്തോഷം മാത്രമല്ല, എനിക്കതൊരു വലിയ വെല്ലുവിളിയാണ്. കാരണം അവരെ ശരിയായി അവരിലേക്ക് എൻ്റെ ശുശ്രൂഷ എത്തുന്നുണ്ടോ എന്നെനിക്കൊരു വലിയ ഉണ്ടോ എന്നല്ല. കാരണം അവര് സഭയോട് ബന്ധപ്പെട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നു, പക്ഷെ എൻ്റെ ശുശ്രൂഷ ആ വിധത്തിലാവുന്നുണ്ടോ എന്നുള്ളത് എന്നെ ഈ നാളുകളിൽ വളരെയധികം ചിന്തിപ്പിക്കുകയും അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ അവരുടെ ആ ഒരു വലിയ സഭയോടുള്ള വലിയ കമ്മിറ്റ്മെന്റ് പലരുടെയും, അവരുടെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ഈ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ നിലനിർത്തി വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ചെറുപ്പക്കാരെ ഞാനിവിടെ കാണുകയുണ്ടായി. ഇവിടെ തന്നെ ജനിച്ച് വളർന്ന ആളുകൾ, സഭ വിശ്വാസികൾ ഉണ്ടാവണം. ഇവിടുന്ന് തന്നെയുള്ള വൈദികർ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ സഭയ്ക്ക് ഏതാണ്ട് ഒരു 10-15 അച്ഛന്മാര് ഈ സ്ഥലത്ത് തന്നെ ജനിച്ച് വളർത്തപ്പെട്ടതായിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ കൂടുതൽ ആളുകൾ അതിലേക്ക് വരേണ്ടതായിട്ടുണ്ട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാര്. ആ തരത്തിൽ മാത്രമേ നമുക്ക് ഈ ശുശ്രൂഷയെ ഫലകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോഴുള്ള നമ്മുടെ ഭദ്രാസന എപ്പിസ്കോപ്പ എബ്രഹാം മാർ പൗലോസ് തിരുമേനി എപ്പോഴും പങ്കുവെക്കുന്ന ഒരു ചിന്തയാണ്. തിരുമേനി പറയുന്നത് ഒരു 50% ആളുകൾ ഇവിടെ നിന്നുള്ള ആളുകൾ ഉണ്ടാവണം, വൈദികർ. എന്നാൽ മാത്രമേ അത്, കാരണം ഞാനിവിടെ വന്നതിന് ശേഷം മനസ്സിലാക്കിയ ഒരു കാര്യം, ഭാഷ മാത്രമല്ല കാര്യം. അപ്പോൾ തപ്പിപ്പിടിച്ച് ഇംഗ്ലീഷ്, അതെ, ഇംഗ്ലീഷ് പറയുന്നത് മാത്രമല്ല, അവരുടെ ഒരു ലോകവീക്ഷണം വ്യത്യാസമാണ്. അതെ, ഒന്നും മനസ്സിലാകുന്നില്ല. അതെ അതെ, ആ ലോകവീക്ഷണം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിന് അവരോട് ഇഴുകിച്ചേർന്ന് നമ്മളായാൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്നാൽ അവർ അതിനുള്ള ഓപ്പൺ അവസരം തരുന്നുമുണ്ട് നമ്മളെ. ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ഇടവകയുടെ ശുശ്രൂഷ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്
അവര് നമ്മളോട് ഓപ്പൺ ആണ്. അച്ഛൻ വന്ന് ഞങ്ങളോട് ജോയിൻ ചെയ്യൂ, ഞങ്ങളിൽ നിന്ന് പഠിക്കൂ എന്ന് അവര് പറയാതെ തന്നെ പറയുന്നു. ശരിക്കും ഒരു ഫോർമൽ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ ഉള്ള ലേ ആയിട്ടുള്ള ആളുകൾ, വിശ്വാസ സമൂഹത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് നമ്മളെ ഒത്തിരി ഒത്തിരി സഹായിക്കും. അപ്പൊ ഇവിടെ ആണെങ്കിലും അതിനുള്ള സാഹചര്യം, ഇവിടെ എനിക്കൊന്ന് കുറച്ചുകൂടെ അവസരങ്ങൾ നമുക്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാട്ടിലേക്കാളും കൂടുതൽ ഇവിടെ ദൈവശാസ്ത്ര വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പം എൻ്റെ ഇവിടെ സെന്റ് പോൾസ് പള്ളിയിലാണെങ്കിൽ തന്നെ ദൈവശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളുകളുണ്ട്. വിശ്വാസ സമൂഹത്തിൽ ഫോർമലായി തന്നെ പഠിച്ചിട്ടുള്ള ആളുകളുണ്ട്, അതെ അതെ അതെവിടെയൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു സമൂഹം കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെയധികം പ്രയോജനമുണ്ടാകും. ഈ മാരാമൺ കൺവെൻഷനൊക്കെ നമ്മൾ അമേരിക്കയിൽ നിന്നും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകളെ കൊണ്ടുവന്ന് അവിടെ പ്രസംഗിപ്പിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ ഇടവകളിൽ ഒരിക്കലും അതിനൊരു അങ്ങനെ ഒരു ഇത്രയും റിസോഴ്സസ് അവൈലബിൾ ആയിട്ടും നമ്മളൊരിക്കലും അതിനെ നമ്മുടെ ഇടവകളിലൊന്നും, ഇവിടുത്തെ ഇടവകളിലൊന്നും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാറില്ല, അല്ലെങ്കിൽ അതിന് ശ്രമിക്കാറില്ല. അത് എന്തുകൊണ്ടായിരിക്കും? ഞാൻ ആ രീതിയിൽ അതിനെ ചിന്തിച്ചിട്ടില്ല. എന്നാൽ ഇപ്പം നമ്മൾ മാരാമൺ കൺവെൻഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഭ ഒരു കൊച്ചു സഭയാണെങ്കിലും ഇതിനൊരു ലോക വീക്ഷണമുണ്ടെന്ന് മാത്രമല്ല, ലോകത്തിലെ പല സഭകളുമായിട്ട് ഇത് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സഭയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ നേതാക്കൾ അവിടെ വരികയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അവർക്കും നമുക്കും ഒരുപോലെ ഒരു മ്യൂച്വലായിട്ടുള്ള ഒരു പ്രയോജനം ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് കൂടെ ആ ഒരു സഭയുടെ ഒരു ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പും ഒരു എക്യുമെനിക്കൽ റിലേഷൻഷിപ്പും ഒക്കെ ഉള്ളത് കൊണ്ട് കൂടെയാണ് അവിടെ അത്തരത്തിലൊരു അവസരം ഉണ്ടാകുന്നത്. എന്നാൽ ഇവിടുത്തെ കാര്യം സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ എന്തുകൊണ്ട് പുറത്തു നിന്നുള്ള ആളുകളെ അതിനുവേണ്ടി ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളത് ഞാനിതുവരെയൊക്കെ കാര്യമായിട്ട് ചിന്തിച്ചിട്ടില്ല. എന്നാൽ ഇതിലൊക്കെ ഒരു പ്രധാനമായിട്ടുള്ള കാര്യം ഇപ്പോൾ ഒരു ദൈവശാസ്ത്ര വീക്ഷണം, ഇപ്പം നമ്മൾക്ക് ഇവിടെ ആരൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പലതരത്തിലുള്ള വിശ്വാസം ദൈവശാസ്ത്രവും പുലർത്തുന്നതായിട്ടുള്ള ആളുകളുണ്ട്. അപ്പം അത് ആരൊക്കെയാണെന്ന് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പുറത്ത് ഇന്ത്യയിൽ നിന്ന് വന്നൊരു വൈദികൻ എന്ന നിലയിൽ ഇവിടെ ആരൊക്കെയാണ് അത്തരത്തിലുള്ള ആളുകൾ എന്ന നിലയിൽ, അതെ അതെ. അപ്പോൾ എനിക്ക് ഒരാളെ കണ്ണു അടച്ച് അങ്ങനെ അതിനൊക്കെയുള്ളൊരു പരിമിതിയുണ്ട്. അപ്പൊ അതൊക്കെ ആയിരിക്കാം ഒരു വിഷയമെന്ന് പറയുന്നത്. അവിടുത്തെ നാട്ടിലെ ഒരു ഇടവ ജനങ്ങളുടെ അപ്രോച്ച് ഇവിടുത്തെ ആയിട്ടൊന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും വ്യത്യാസം? അപ്രോച്ച് വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരുപോലെ എപ്പോഴും വൈദികരെ കരുതുന്ന, സഭയെ സ്നേഹിക്കുന്ന, അതിലുപരി എല്ലാറ്റിലുപരി ദൈവത്തോട് സമർപ്പണമുള്ള വിശ്വാസ സമൂഹത്തെ ഞാൻ എല്ലായിടത്തും കണ്ടുമുട്ടിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ചലഞ്ചുകളുണ്ട്, വെല്ലുവിളികളുണ്ട് ശുശ്രൂഷയിൽ. ആ വെല്ലുവിളി നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. ഇവിടെ ആദ്യത്തെ ഒരു ജനറേഷൻ മാത്രമല്ല, ഒരു 4 ജനറേഷനുള്ള ആളുകൾ, ഇപ്പോൾ ഫസ്റ്റ് ജനറേഷൻ ഇവിടെ വന്നവര്, അവരുടെ മക്കള്, അവരുടെ മക്കള്, അവരുടെ കുഞ്ഞുങ്ങളായി, അങ്ങനെ ഒരു 4 തലമുറ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ 4 തലമുറയുടെയും വീക്ഷണങ്ങളിൽ മാറ്റമുണ്ട്. അപ്പോൾ ഈ 4 തലമുറയെയും മനസ്സിലാക്കി ശുശ്രൂഷയിൽ അവർക്ക് എല്ലാവർക്കും ഒരേ നിലയിലുള്ള ശുശ്രൂഷ കൊടുക്കാനും ഒരേ നിലയിൽ അവരെ വളർത്തിയെടുക്കാനും ശ്രമിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഒരു വലിയ ചലഞ്ചായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ അച്ഛൻ്റെ ഇടവേളയിലെ അനുഭവങ്ങളെല്ലാം കേൾക്കാനായിട്ട് പറ്റി. അതുപോലെ തന്നെ വിശ്വാസ സംബന്ധമായിട്ട്, സഭയെ സംബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റി. അച്ഛൻ്റെ വിലയേറിയ സമയത്തിന് നന്ദി. നമ്മൾ പറ്റുകയാണെങ്കിൽ ഇനി വിശ്വാസ സംബന്ധമായിട്ട് ഒരു കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഭാഷണത്തിനൊക്കെ അവസരം കിട്ടിയാൽ നമുക്ക് തീർച്ചയായിട്ടും അത് ചെയ്യണം. അപ്പം ഗ്രേസ് വോയിസ് സ്റ്റുഡിയോയുടെ എല്ലാ പ്രേക്ഷകരുടെയും നാമത്തിൽ നമ്മൾ നന്ദി അറിയിക്കുന്നു. ഓക്കെ, ജോൺ സമൽ സാറിനോടും പ്രേക്ഷകരോടും എല്ലാം നന്ദി പറയുന്നു. കാരണം ഞാൻ മുമ്പേ പറഞ്ഞു വന്നതുപോലെ ഒരു സാധാരണ വൈദികനാണ് ഞാൻ. അങ്ങനെ ഒരു അഭിമുഖം എടുക്കാനും മാത്രമുള്ള ശുശ്രൂഷ പരിചയമോ ശുശ്രൂഷയിലെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രത്യേകതകളോ ഒന്നുമുള്ള ഒരാളല്ല ഞാൻ, സഭയിലെ സാധാരണ വൈദികൻ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു അവസരം കിട്ടുകയും എൻ്റെ ഓർമ്മകളെയും എൻ്റെ ചിന്തകളെയും ഒക്കെ ഒന്ന് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കാനൊക്കെ ഉള്ള ഒരു അവസരമായിട്ട് എനിക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റി. അവസരം ലഭിച്ചത് തന്നെ വലിയൊരു സന്തോഷമായിട്ട് കരുതുന്നു. പ്രത്യേകിച്ച് ഈ ഗ്രേസ് വോയിസ്
ഈ സ്റ്റുഡിയോയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. സാറിന് എല്ലാ ആശംസകളും നേരുന്നു. പ്രേക്ഷകർക്ക് എല്ലാവർക്കും ആശംസകൾ. ദൈവാനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കുക. തുടർന്നും എന്നെ മാത്രമല്ല ഈ സഭയിലെ ശുശ്രൂഷകരെ മുഴുവനും, വിശ്വാസികളെ എല്ലാവരെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന, കൈകോർത്ത് വൈദികരും മെത്രാന്മാരും സുവിശേഷകരും ജനങ്ങളും എല്ലാം കൈകോർത്ത് പിടിച്ച് കാലത്തിന്റെ വെല്ലുവിളികളെയൊക്കെ മനസ്സിലാക്കി ദൈവരാജ്യം എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് നീങ്ങുന്ന വലിയ സമൂഹമായിട്ട് തീരാനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. താങ്ക് യു.